ഇന്ന് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ മന്തി തയ്യാറാക്കട്ടോ. അപ്പോൾ ഇതാ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മന്തി അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളറുള്ളൊന്നും നോക്കണ്ട, കളറൊന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നല്ലേ, അതുകൊണ്ടാണ് കളറൊന്നും ചേർക്കാത്ത കേട്ടോ. കളറൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി മന്തിയാണേ. അപ്പോൾ ഏതറിയാത്തവർക്കോ ഇതേപോലെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ നല്ല അടിപൊളി മന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ചോറ് ഇടുന്നതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറ് ഊട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതേപോലെ മന്തി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് 1 കിലോൻ്റെ കണക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ മന്തിൻ്റെ പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് വരട്ട് കൊടുക്കാം. മസാല ഒക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് കയറേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു മന്തി അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ ഒരു കാണാൻ നിൽക്കണ്ട കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിന ചപ്പും ഉണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു അര ക്യാപ്സിക്കം കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബ് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടുതലായി പോവേണ്ട കാരണം മാഗി ക്യൂബിൻ്റെ അകത്ത് ഉപ്പുണ്ടാവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കറുവപ്പട്ട കറാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു 2-3 കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു 3-5 കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. കുരുമുളക് നമ്മൾ ചോറിൻ്റെ അകത്തുനിന്ന് അവിടെ ഇവിടെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് മാത്രം മതിയാവുക. ഞാനിത് ഇതേപോലെ ഇടുന്നത് നോക്കണ്ട. അര ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അര ടീസ്പൂൺ തന്നെ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം മെയിനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ അത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വരെ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും ഓയിൽ ചേർത്ത് കൊടുക്കുന്നതിനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോറിൻ്റെ അകത്ത് വേറെ ഓയിലും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഓയിൽ തന്നെയാണ് ചോറിൻ്റെ അകത്തേക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് അൽഫാം മസാല ആണ് കേട്ടോ. അതും കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അറബിക് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മന്തി മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കുക വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ. ഈ മസാല ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് പെരക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മറന്നു പോയതാണ് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വിനാഗിരിയാണ്. വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് നല്ലോണം പെരക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. ഇതിപ്പോൾ 1 കിലോ അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. 1 കിലോ ചിക്കന് ഞാൻ 1 കിലോ അരിയാണ് എടുത്തത്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചോറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ.
ചിക്കൻ ഏകദേശം ഒരു 3 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി അടിച്ചൊഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ 2 തക്കാളി ഞാൻ ഇതിലേക്ക് അടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇത് 3 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കണം കേട്ടോ. എന്നതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും കേട്ടോ കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ നിന്ന് കിടന്നിട്ട് വെന്തിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് മസാല ഒന്ന് മുരിഞ്ഞ് വരണം. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു കഷ്ണങ്ങൾ ഒരു പകുതി വേവ് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അധികം മൊരിയേണ്ട ആവശ്യമില്ല. ഒന്ന് മേൽഭാഗം ഒന്ന് കളറൊന്ന് മാറിയാൽ മതി. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂർ വരെ നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ ഓയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് കുറച്ചൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നല്ലതാണ് നമ്മളെ മന്തി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിക്കുണ്ട്. കുറച്ചും കൂടി ആയിട്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലാണ് നമ്മളെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല മേൽഭാഗം കുറച്ചൊന്ന് മുരിഞ്ഞ പാകത്തിന് നമുക്ക് കിട്ടും. അതുപോലെയാണല്ലോ നമുക്ക് മന്തിക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മൂടി വെക്കാം. ഇപ്പോൾ ചോറ് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. ചോറ് ഞാൻ ഊറ്റിയാണ് കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട്, വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിത് വറ്റിച്ചെടുത്താണ് വെക്കുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കറുവപ്പട്ടയും കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 കൈ കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറാമ്പൂ 2-3 പൂവ് കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2-3 എണ്ണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയില്ലേ ഉണങ്ങിയ അതിട്ട് കൊടുക്കണം. ചോറ് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വേണമെന്നില്ല കേട്ടോ. പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടോ കേട്ടോ. ഉപ്പ് എന്നാലാന്ന് ചോറിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളെ അരി ഏകദേശം 1/4 വേവായിട്ടുണ്ട്. 1/4 വേവാകുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അധികം വേവേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു വേവാനായിക്കില്ല, ഒരു 1/4 വേവ് കേട്ടോ. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ദമ്മാക്കി കൊടുക്കാം. നമുക്ക് ചോറിലേക്ക് കോരി മാറ്റാം. അപ്പം വെള്ളം നല്ലോണം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചോറ് അരിപ്പക്കോരി കൊണ്ട് ഇതേപോലെ ഒന്ന് ഊറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കന് മറ്റേ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുഴുവൻ ചോറും കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ പാത്രത്തിലേക്കും കൂടി ദമ്മിട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചിക്കൻ കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് RKG ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് RKG ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതേപോലെ ഊറ്റി ഇട്ട് കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ ഊറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് പോകും. ഇനിയിപ്പോൾ മുഴുവൻ ചോറ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് മേലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ ഇടയിൽ കളർ ആക്കി കൊടുക്കട്ടോ. കുറേശ്ശെ കളറ് കലക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മുളക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇപ്പോൾ ഓരോന്നും ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കണല് വെച്ചിട്ട് ഒന്ന് പുക കയറ്റിയെടുക്കണം കേട്ടോ. ഞാൻ പുക ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിരട്ടാണ് കേട്ടോ കത്തിച്ചെടുത്തത്. ചിരട്ടാകുമ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ പുക വന്നിട്ട് എല്ലാ ഭാഗത്തും ആവും. അപ്പോൾ അതായത് ഇതേപോലെ ചിരട്ട കത്തിച്ച് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം പുക പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ പുകയൊക്കെ ആവിയൊക്കെ കയറി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് അതുപോലെ തന്നെ ചെറിയ ചൂടിലവിടെ വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ദമ്മ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി ഇട്ട് കൊടുക്കുക. ഞാൻ ചിക്കൻ്റെ അകത്ത് കളറൊന്നും ചേർക്കലില്ല കേട്ടോ, കാരണം നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ മതിയെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എങ്കിലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ മന്തി കഴിക്കാൻ കഴിയും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ.